ഒരു MJ ആട്ടം ആടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മുഴുവൻ വൈറലായി മാറിയിരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ. ആദ്യം ഞാൻ വിചാരിച്ചു AI ആണെന്ന്. കുറെ കമന്റ്സ് വന്നു AI ജനറേറ്റഡ് അല്ലേ, അപ്പൊ ഇങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് എത്ര നാളത്, അതായത് ഇപ്പോൾ കോൺസെപ്റ്റിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ, കൊറിയോഗ്രാഫി, ബാക്കിയുള്ള ആളുകൾ, കാരണം കുറേ ഗേൾസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത്? ഓൾറെഡി ഉള്ള ടീമാണോ? സോ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, എന്നാലും ഞാൻ പറയാം 2 ദിവസത്തെ പരിപാടിയാണ്. എനിക്ക് കൊറിയോ സെറ്റ് ചെയ്യാൻ ഒരു ഹാഫ് ഡേ, പഠിപ്പിക്കാൻ ഒരു ഹാഫ് ഡേ, ഞങ്ങളൊരു 3 hours പ്രാക്ടീസ് ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതായിരുന്നു ഇതിൻ്റെ ഈ വീഡിയോയുടെ പ്രിപ്പറേഷൻ ഇൻ ടേംസ് ഓഫ് കൊറിയോഗ്രഫി. ഡാൻസ് കാണുന്നതിന് മുന്നേ തന്നെ ആ കോസ്റ്റ്യൂമിൽ ഫ്യൂഷൻ ആണെന്ന് സ്ക്രീൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ബില്ലി ജെയിനിലെ മൈക്കിൾ ജാക്സന്റെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റെഫറൻസ്. പിന്നെ ഭരതനാട്യം പ്ലീറ്റ്സും അങ്ങനെ വെച്ചാൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ റോൾ മോഡൽ ആക്കി വെച്ച് ഏതെങ്കിലും ഡാൻസേഴ്സ് ഉണ്ടോ? ഐ തിങ്ക് ശോഭന മാം ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് എനിക്ക്. കാരണം ആക്ട്രസും ആണ്, ഡാൻസറും ആണ്. ഈവൻ ആഫ്റ്റർ ആക്ടിങ് ആ ഒരു പീക്കിന് ശേഷം ഡാൻസിൽ ഷി വാസ് സ്റ്റിൽ വെരി റെലവെന്റ് അല്ലേ. അപ്പം അത് തന്നെയാണ് എൻ്റെയും ഒരു പാത്ത് വേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നടന്നാൽ മതിയായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മൈക്കിൾ ജാക്സന്റെ മൂവിയൊക്കെ ഇറങ്ങി നമ്മൾ ഫുൾ MJ വൈബിൽ നിൽക്കുമ്പോൾ ഒരു MJ ആട്ടം ആടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മുഴുവൻ വൈറലായി മാറിയിരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ. ആക്ച്വലി കുറേ സുന്ദരിമാരുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ മെയിൻ ആളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാരംഗി, ഹലോ. ഹായ്. ഹലോ. ഞങ്ങൾ ഇപ്പം ആ വീഡിയോ ആദ്യം ഞാൻ വിചാരിച്ചു AI ആണെന്ന്. കുറെ കമന്റ്സ് വന്നു AI ജനറേറ്റഡ് അല്ലേ, അപ്പൊ ഇങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് യെസ്, അങ്ങനെ കുറെ കമന്റ്സ് വന്നു. കുറെ പേര് ചോദിച്ചത് AI ജനറേറ്റഡ് അല്ലേ, നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ. പക്ഷെ ഈ ഒരുപാട് കമന്റ്സ് വരുന്നതുകൊണ്ട് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കുറെ എണ്ണത്തിന് കുറെ ആൾക്കാർ തന്നെ കൗണ്ടർ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്, നോ ഇറ്റ്സ് റിയൽ എന്നുള്ള രീതിക്ക്. പക്ഷെ അത്രയും ഒരു പെർഫെക്ഷൻ തോന്നിയോണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞു. കാരണം നിങ്ങളൊക്കെ, അതായത് എല്ലാവരുടെ മൂവ്മെന്റ്സും എക്സാക്ട് ലൈക്ക് ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. കറക്റ്റ് നിങ്ങളെ കാണാനൊരു AI പോലെ ഉണ്ട്. അതാന്ന് തോന്നണം കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നപ്പോൾ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഫസ്റ്റ്. ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ട്, അതായത് ഫുൾ എല്ലാവരും കാണുന്ന രീതിക്ക് നമ്മളത് ക്രോപ്പ് ചെയ്ത് ഇട്ടേക്കുന്നത്. കാരണം 9:16 പറ്റാത്തതുകൊണ്ട് 17.4 മില്യൺ വ്യൂസ് ആണ് പോയത്. കുറേ പേര് അതിൻ്റെ താഴെ വന്ന് നിങ്ങളുടെ ഒരു ജസ്റ്റ് പ്രൊഫൈലൊക്കെ കയറുമ്പോൾ കുറേ കമൻസ് കണ്ടു, നിങ്ങൾ മലയാളീസ് ആണോ എന്ന്. സാരംഗി മലയാളി ആണെന്ന് അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ നമ്മുടെ ഒറിജിനൽ വീഡിയോന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് പ്രോപ്പർ ആയിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മല്ലു ഗേൾസ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കാണാതെ ഇത് വന്ന് കണ്ടുകൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ക്ലബ് എഫ്എമ്മിന്റെ ഞാൻ തോന്നുന്നു അതിന്റെ വീഡിയോസിന് താഴെ ഞാൻ കുറെ കണ്ടു, ഇവര് മലയാളീസ് ആണോ എന്ന്. എനിക്ക് തോന്നുന്നു കണ്ടൊരു മലയാളി ലുക്ക് ഇല്ലാത്തോണ്ടായിരിക്കും. മലയാളി ലുക്കില്ലേ? ഇല്ല, ഒട്ടുമില്ല, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക്. ഓക്കെ, ഇപ്പോ മൈക്കിൾ ജാക്സന്റെ മൂവി ഇറങ്ങിയ സമയം മുതൽ ഫുള്ള് എവിടെ നോക്കിയാലും MJയുടെ സോങ്സ് ആണെങ്കിലും വീഡിയോസ്, മറ്റേ ആളുടെ ഒരു ഹൂക്കപ്പ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റയിൽ എല്ലായിടത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ മേലെ വെക്കടാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നിങ്ങൾ ഇറക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? ആ ഒരു ട്രെൻഡിൽ ചെയ്തതാണോ? ഞാനൊരു ഫ്യൂഷൻ ഡാൻസർ കം കൊറിയോഗ്രാഫറാണ്. അപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഓ ക്ലാസിക്കലാണ്, വിച്ച് ഇസ് എ ഫ്യൂഷൻ ഓഫ് സ്ട്രീറ്റ് സ്റ്റൈൽസ് ആൻഡ് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്. അപ്പം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിൽ തന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം 3 ഫോംസ് ട്രെയിൻഡ് ആണ്. അപ്പം സ്ട്രീറ്റ് സ്റ്റൈൽസിൽ ഹിപ്പ് ഹോപ്പ്, ലോക്കിംഗ്, ലൈറ്റ് ഫീറ്റ്, ഹൗസ്, അങ്ങനെ പല സ്റ്റൈൽസിനും ബേസിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ രണ്ട് കൾച്ചേഴ്സിൻ്റെ ഒരു മേർജ് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ബോഡി ഈ രണ്ടിലും അഡാപ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫ്യൂഷൻ ചെയ്യാൻ തുടങ്ങിയത്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, കാരണം ഐ തിങ്ക് ഫ്യൂഷൻ കുറച്ചുകൂടെ യുണീക്കാണ്, ആൾക്കാർ കാണാത്തൊരു സാധനമാണ്, ഒരു ഫ്രഷ്നെസ് കൂടുതൽ എപ്പോഴും ഉണ്ട്. ആ കാണുന്ന ഓഡിയൻസിൻ്റെ റെസ്പോൺസൊന്നും അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം
ആദ്യമൊക്കെ ഞാൻ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇതിന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ്, ലൈക്ക് കാണാത്തൊരു സാധനം ഭയങ്കര യുണീക്കാണ് എന്നുള്ള ആൾക്കാരുടെ റെസ്പോൺസ് വന്നു. അപ്പം അങ്ങനെ ചെയ്ത് അപ്പോൾ ഞാനൊരു ഫ്യൂഷൻ കൊറിയോഗ്രാഫർ ആൻഡ് ഡാൻസർ ആയിട്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ പിന്നെ മൈക്കിൾ സിനിമ ഞാൻ 2 times കണ്ടു, തിയേറ്ററിൽ തന്നെ പോയി. 3rd time കാണുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റാത്തതാണ്. അപ്പം ഭയങ്കര എന്താ പറയുക, ആ സിനിമയിലെ സോങ്സ് ആണെങ്കിലും മൂവി തന്നെ ഭയങ്കര ഇൻസ്പിറേഷണലാണ്. പിന്നെ പണ്ട് കേട്ടിട്ടുള്ള സോങ്സ് ആണെങ്കിലും മൂവി കണ്ടതിന് ശേഷം അത് ഭയങ്കര പേഴ്സണലായി തുടങ്ങി സോങ്സ് ഒക്കെ. പണ്ടേ കേൾക്കുന്ന കുഞ്ഞിലെ വളർന്നു വരുമ്പോൾ തൊട്ട് എൻ്റെ ഫാമിലി എല്ലാവരും മൈക്കിൾ ജാക്സൺ ഫാൻസ് ആണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ സോങ്സ് ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ദ മൂവി സംതിങ് ഷിഫ്റ്റഡ്, എന്തോ ഒരു ചേഞ്ച് ഉണ്ടായി. ആ സോങ്സിനോടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തു തുടങ്ങി. ആൻഡ് എനിക്ക് ബില്ലി ജീൻ ആ സോങ് മൂവിയിലെ പിക്ചറൈസേഷൻ ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് അതിൽ ആരായാലും അത് ആ തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിക്കാൻ തോന്നിയ ഒരാളാണ് ഞാൻ. വീട്ടിലെത്തിയിട്ട് ആ ഒരു സാധനം പോകുന്നില്ല. അതിനെ ഞാൻ വീണ്ടും പോയി കണ്ടു. അപ്പം ഐ ഹാഡ് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൽ ഐ ഹാഡ് ടു ക്രിയേറ്റ് സംതിങ് എന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വൈ നോട്ട് എൻ്റെ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഫ്യൂഷൻ തന്നെ അതിൽ തന്നെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ആണ് ഈ കോൺസെപ്റ്റിലേക്ക് എത്തിയത്. യെസ്, ചെയ്യണം എന്ന് തോന്നിയത്. എത്ര നാളത്, അതായത് ഇപ്പോൾ കോൺസെപ്റ്റിലേക്ക് എത്താന്ന് വിചാരിച്ചു, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ, കൊറിയോഗ്രാഫി, ബാക്കിയുള്ള ആളുകൾ, കാരണം കുറേ ഗേൾസ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത്? ഓൾറെഡി ഉള്ള ടീമാണോ? സോ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, എന്നാലും ഞാൻ പറയാം, 2 ദിവസത്തെ പരിപാടിയാണ്. എനിക്ക് കൊറിയോ സെറ്റ് ചെയ്യാൻ ഒരു ഹാഫ് ഡേ, പഠിപ്പിക്കാൻ ഒരു ഹാഫ് ഡേ, ഞങ്ങളൊരു 3 hours പ്രാക്ടീസ് ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതായിരുന്നു ഇതിൻ്റെ ഈ വീഡിയോയുടെ പ്രിപ്പറേഷൻ ഇൻ ടേംസ് ഓഫ് കൊറിയോഗ്രഫി. പക്ഷേ നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഒബ്വിയസ്ലി അതിൻ്റെ ബിഹൈൻഡ് നമ്മൾ ഡിസൈൻ ചെയ്തു, പോയി അങ്ങനെ തപ്പിയെടുത്തു, അങ്ങനെ കുറച്ച് വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, പ്രാക്ടീസ് ആൻഡ് കൊറിയോഗ്രഫിക്ക് എടുത്ത ടൈം എത്രയാണ്? 2 days ആണ്. പിന്നെ ഈ നമ്മുടെ ടീമാണെങ്കിൽ തന്നെ ട്രിവാൻഡ്രം ഡാൻസ് കമ്മ്യൂണിറ്റിയിലെ വളരെ സ്ട്രോങ് ഡാൻസേഴ്സാണ് അവരെല്ലാവരും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഹാഫ് ഡേയിൽ പഠിപ്പിച്ചാലും അടുത്തൊരു 2 hours അവരിത് പ്രാക്ടീസ് ചെയ്ത് പക്കയാക്കുന്ന എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റ് വിളിച്ചാലും ഇവർ ഓടി വന്ന് അത് പഠിച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സാരംഗിയുടെ പ്രൊഫൈൽസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോസിന് വ്യൂസ് ഉണ്ട്. ഇപ്പം എന്താ ഷാക്കിറ, ശകുന്തള, നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല. ഷാക്കിറ, ശകുന്തള, അവര് രണ്ടുപേരും കൂടെ എങ്ങനെ ഇത് കൊളാബ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്നത്? സോ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പം എപ്പോഴും അതിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് കേട്ടണം എന്ന് എനിക്കൊരു ഭയങ്കര ഫാസിനേഷൻ ആണ് അതിൽ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഷക്കീറയുടെ സോങ് കേട്ടപ്പോഴത്തേക്ക് ആ സോങ് ഭയങ്കര പോപ്പുലർ ആണ്. അപ്പം കുറെ നാളായിട്ട് അത് കേൾക്കുന്നത്. പക്ഷെ ഒരു പോയിന്റ് അത് ഇങ്ങനെ കേട്ട് അതിലെനിക്ക് ഒരു സാധനം ചെയ്യണം, ഒരു പീസ് കൊറിയോ ചെയ്യണം എന്നുള്ള മൈൻഡിൽ ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പം ഇതിലെന്താ ഇതിലൊരു യുണീക്നെസ് കൊണ്ടുവരും. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഫ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്, അതിൻ്റെ ഒറിജിനൽ വീഡിയോയിൽ അതൊരു ഗെയിം ആയിട്ടാണ് നമ്മൾ കോൺസെപ്റ്റലൈസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗെയിമില് ശകുന്തള ക്യാരക്ടേഴ്സ് ഇൻ ദാറ്റ് ഗെയിം എന്നുള്ള ഒരു രീതിക്കാണ്. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച മിത്തോളജി നോക്കുമ്പോഴത്തേക്ക് ഈ ശകുന്തളയുടെ ക്യാരക്ടർ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പം ഞാൻ നോക്കിയ പേര് വരെ ഭയങ്കര ശകുന്തള ഷക്കീറ എന്നുള്ള സാധനം. അപ്പം ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ആ ടീമിനോട് പിച്ച് ചെയ്തു. പിന്നെ ഞാൻ അതിനായിട്ട് കോസ്റ്റ്യൂംസ് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തു. അങ്ങനെ അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ വരുന്നതാണ്. അതെങ്ങനെ കോസ്റ്റ്യൂം, അതായത് ഇപ്പോൾ നമ്മൾ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്തു, എല്ലാം ഓക്കെ ആയി, പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ്യൂം. ഇപ്പം MJ സോങ്ങിൻ്റെ ആണെങ്കിലൊക്കെ ആ ഒരു കളർ തീം ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം. അതായത് MJയുടെ സോങ്സിനും പോകുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലാസിക്കലിനും പോകുന്ന, രണ്ടും കൂടി ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി പറ്റുന്ന ഒരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ എങ്ങനെ ഈ കോസ്റ്റ്യൂം ഡിസൈനിങ് സ്വന്തം ഐഡിയ ആണോ, അല്ലെങ്കിൽ അതിന് വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? ഇല്ല, ഞാൻ തന്നെയാണ് ചെയ്തത്. സോ എനിക്ക് ഈ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് ചെയ്യുമ്പോഴേ ഹുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കാണുമ്പോഴേ വിഷ്വലി എൻഗേജിങ് ആണെങ്കിൽ ഓഡിയൻസ് കുറച്ചുകൂടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ആൽഗോറിതം ഇതാണ്. സോ വിഷ്വലി അതിനെ ഹുക്ക് ചെയ്യുക, കാരണം നമുക്ക് തുടങ്ങുമ്പോൾ ഉടനെ കയറി ഡാൻസ് കളിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു സഡൻ ഇതായിപ്പോൾ. അപ്പോൾ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ
എനിക്ക് ആ വിഷ്വലി കാണുമ്പോഴേ ഒരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യണം. അപ്പോൾ തന്നെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും, ഓ ഇത് ലൈക്ക് കാണുമ്പോഴേ കോസ്റ്റ്യൂമിൽ അറിയണം ഫ്യൂഷൻ ആണെന്ന്. ലൈക്ക് ഡാൻസ് കാണുന്നതിന് മുന്നേ തന്നെ ആ കോസ്റ്റ്യൂമിൽ ഫ്യൂഷൻ ആണെന്ന് സ്ക്രീൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ബില്ലി ജെയിനിലെ മൈക്കിൾ ജാക്സന്റെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റെഫറൻസ്. പിന്നെ ഭരതനാട്യം പ്ലീറ്റ്സും അങ്ങനെ വെച്ചാൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഷൂസ് ആയിരുന്നു. ലൈക്ക് മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു എലമെന്റ് ആണ് ഷൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ചിലങ്ക ഇടുന്നത് കൊണ്ട് നമുക്ക് ഷൂസ് ഇടുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് കരുതുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അപ്പം അവരെ നമുക്ക് അങ്ങനെ അപ്സെറ്റ് ആക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മളൊരു വൈറ്റ് സോക്സ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു നോ ഷോ സോക്സ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ആ വൈറ്റ് സോക്സും ബ്ലാക്ക് ഷൂസിൻ്റെയും ലൈനിങ് അങ്ങനത്തെ ഒരു കളർ കോൺട്രാസ്റ്റും കിട്ടും, എന്നാൽ നമ്മൾ ഷൂസും അല്ല ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിക്ക് കാണിക്കാം. ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഈ ഇപ്പം ഒരു സമയത്ത് തോന്നിയല്ലോ 2 സ്ഥലത്തും അഡാപ്റ്റ് ആവുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഫ്യൂഷൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ട് എവിടെയാണ് ആ ഒരു ഫ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് വർക്ക്ഔട്ട് ആയത്? കോളേജിൽ തന്നെയായിരുന്നു? യെസ്, കോളേജിൽ ഞാനൊരു കോമ്പറ്റീഷന് ഒരു സോളോ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാനിങ്ങനെ പെർഫോം ചെയ്ത് എനിക്ക് പ്രൈസൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു വീഡിയോ ഇട്ടാണ് ഘർ മോരെ പർദേശ് എന്നൊരു സോങ്ങിൽ ഞാനൊരു വീഡിയോ ഇട്ടു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് 100K. അതുവരെ ഐ ഹാഡ് ലൈക്ക് ഒരു 2000 ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രോപ്പർ കൊറിയോഗ്രഫി ആയിട്ട് സെറ്റ് ചെയ്തത് ആ ഘർ മോരെ പർദേശിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതെൻ്റെ കോളേജിൽ തന്നെ ലിയ എന്ന് പറഞ്ഞ വേറെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചു. ഞങ്ങൾ കുറച്ച് 2 ദിവസം പ്രാക്ടീസ് ചെയ്തു എടുത്തൊരു വീഡിയോ. അതങ്ങ് ഫസ്റ്റ് 100K അടിച്ചു. അപ്പോൾ തന്നെ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു തുടങ്ങി കൊറിയോഗ്രഫിയെ പറ്റി. എന്തൊക്കെ പറഞ്ഞാൽ ആൾക്കാർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണല്ലോ. അങ്ങനെ പിന്നെ കോളേജ് സമയത്ത് നമുക്ക് ഒരുപാട് ചെയ്യാൻ സമയം കിട്ടില്ലായിരുന്നു. എനിക്ക് ആ വീഡിയോസ് എടുക്കാനുള്ള ടൈമില്ല. ആഫ്റ്റർ കോളേജാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്ത് ഇങ്ങനെ ഡാൻസ് പഠിച്ചുകൊണ്ട് ഇതേപോലത്തെ കൊറിയോഗ്രഫീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ആയിട്ട് അത് ചെയ്തിടാൻ തുടങ്ങിയത്. ഓക്കെ. ഇപ്പം ഈ MGയുടെ സോങ് ചെയ്യുന്ന സമയത്ത് അതായത് ഓൾറെഡി വ്യൂസ് ഉണ്ട്, ബട്ട് ഇങ്ങനൊരു റീച്ചിലേക്ക് പോകുന്നു വിചാരിച്ചിരുന്നു? ഇല്ല, സത്യമായിട്ടും ഇല്ല. എനിക്കൊരു ഒബ്വിയസ്ലി ഈ ഇട്ട എഫേർട്ടിനൊരു എല്ലാവരും കാണണം എന്നുണ്ടായിരുന്നു, ഒരു റെക്കഗ്നിഷൻ വേണം. പക്ഷെ ഇത് പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ഇതിന് കിട്ടിയ ഒരു റെസ്പോൺസും റീച്ചും. എനിക്കൊന്ന് ഇപ്പോഴും അതിങ്ങനെ എനിക്കിപ്പോഴും സ്റ്റോറി മെൻഷൻസ് വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട് ഒരുപാട്. ഇപ്പോഴും അത് റീച്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയും ഒരു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരിങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്. ഇത് ഞാനായിട്ട് കാണുന്നില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന പലരും എനിക്ക് അയച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഓ ഇത് ഇവിടേക്ക് എത്തിയല്ലേ എന്നൊക്കെ. അങ്ങനെ ഇപ്പൊ ഡാൻസർ മാത്രമല്ല, ഒരു ആക്ട്രസും കൂടിയാണ് സാരംഗി. എങ്ങനെയാണ് അപ്പോ ഡാൻസ് ആക്ടിങ്ങിലേക്ക് എങ്ങനെയാ വന്നത്? ആക്ടിങ്ങിലോട്ട് വന്നതും ഡാൻസ് വഴിയാണ്. കാരണം എൻ്റെ ഒരു ഡാൻസ് റീൽ കണ്ടിട്ടാണ് എനിക്ക് ഓഡിഷൻ കോള് വന്നത്. അപ്പം ഇതേപോലെ ഒരു ക്യാരക്ടർ റോളിലായിരുന്നു ഓഡിഷൻ ചെയ്തത്. പിന്നെ ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഹീറോയിനായിട്ടാണ് സെലക്ട് ആയേ എന്നുള്ളൊരിത് വന്നത്. സോ ഡാൻസിലൂടെയാണ് എനിക്ക് മിക്കതും എല്ലാം നേടിയിട്ടുള്ളത്. ഈ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇതും ഒരു കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. കാരണം കുറേ ഡാൻസേഴ്സ് ഉണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ തന്നെ കണ്ടിന്യൂസ് ഡാൻസ് വീഡിയോസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നതായിരിക്കും. അവിടെ സാരംഗി എങ്ങനെയാണ് ഇപ്പോൾ ഒരു സോങ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ളൊരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പം എല്ലാ സോങ് കേൾക്കുമ്പോഴും ഇങ്ങനെ ആലോചിക്കൂ, ഈ പാട്ടിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പാട്ട് ഏതുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണോ ഫുൾ ടൈം? എനിക്ക് ഞാൻ ഒരുപാട് ഇങ്ങനെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഫ്രീ ടൈമിലോ വെറുതെ നടക്കുമ്പോഴൊക്കെ സ്പീക്കറിൽ പാട്ടിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ചില സോങ്സ് കേൾക്കുമ്പോൾ തന്നെ അറിയാണ്ട് നമ്മൾ ഡാൻസ് ചെയ്യില്ലേ, ബോഡി ഇങ്ങനെ തനിയെ ഗ്രൂവ് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും അതിലിങ്ങനെ ഒന്ന് വൈബ് ചെയ്ത് അതിലൊരു ഡാൻസ് കളിക്കണം എന്നൊരു ഫീലിംഗ് വരും. എനിക്ക് എപ്പോഴും അങ്ങനെ സോങ് കണക്റ്റ് ആകുമ്പോഴാണ് അതിലൊരു കൊറിയോ വരുന്നത്. അതൊരു ഓട്ടോമാറ്റിക്കലി എങ്ങനെയോ സംഭവിക്കുന്നത് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഓക്കെ ഇന്ന സോങ്ങിനൊരു കൊറിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇരുന്ന് ആലോചിച്ചിട്ടല്ല ചെയ്യാറ്. ഐ തിങ്ക് ഇപ്പൊ പറയുമ്പോഴാണ് അങ്ങനെ ആലോചിക്കുന്നത്, അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. ജസ്റ്റ് അത് കേൾക്കുമ്പോൾ അതിങ്ങനെ കളിക്കണം അല്ലെങ്കിൽ അതിനോടൊരു ഇത് തോന്നുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈല്, എനിക്കത് ആ സ്റ്റൈലിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക,
അത് എനിക്ക് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ കൂടുതലും വാല്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആർക്കും ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അയാളെക്കാൾ മുന്നിൽ അങ്ങനത്തെ ഒരു തോട്ട് ഇല്ല ഈ ഒരു ഇതിൽ. കാരണം ഇതെൻ്റെ ഒരു പാഷനാണ്. എനിക്ക് ആ പാഷനോട് ഞാനൊരു ജസ്റ്റിസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ എനിക്ക്. ഓക്കെ, ഇത് കൂടാതെ എങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ വർക്ക്ഷോപ്സ് എടുക്കാറുണ്ട്. അപ്പം പല പല സിറ്റീസിലായിട്ട് പോയി വർക്ക്ഷോപ്സ് എടുക്കും. പിന്നെ ഞാൻ ചിലർക്ക് മാത്രം പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസ്, അതെനിക്ക് റെഗുലർ ക്ലാസ്സസ് ഒരു സമയത്ത് ഈ സിനിമ വരുന്നതിന് മുന്നേ വരെ ഞാൻ റെഗുലർ ക്ലാസ്സസ് എടുക്കുമായിരുന്നു ഓൺലൈൻ. പക്ഷേ സിനിമ വന്നപ്പോഴത്തേക്ക് എനിക്ക് ടൈം ലൈൻ മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇപ്പം പ്രൈവറ്റ് ക്ലാസ്സസ് മാത്രം ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്, അല്ലാണ്ട് പിന്നെ വർക്ക്ഷോപ്സും. ഇത് ഇപ്പോൾ എന്താണ് ഇൻസ്റ്റഗ്രാം ഇൻബോക്സിന്റെ അവസ്ഥ? അത് എനിക്ക് സങ്കടമുണ്ട്, ലൈക്ക് ഇത് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. കാരണം അത്രയ്ക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പിന്നെ ഒരുപാട് നല്ല വർക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ സോർട്ട് ചെയ്ത് ഇത് ചെയ്യുക. കാരണം ഞാനും എൻ്റെ അമ്മയും കൂടി ഇരുന്നാണ് അതെല്ലാം ഇത് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, യെസ്, അടിപൊളി. ഇപ്പം ആക്ടിങ്ങിലും ഡാൻസിങ്ങിലും എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിലും എന്തൊക്കെയാണ് ഡിഫറൻസ്? ഇപ്പം രണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഡാൻസിൽ കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ. ആക്ടിങ്ങിൽ എസ്പെഷ്യലി ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഭയങ്കര സട്ടിലിറ്റി ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ലെവൽസ് ടോൺ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ആക്ടിങ്ങിൽ വരുമ്പോൾ ഒരിത്. പിന്നെ ഞാൻ ആദിശക്തി ഒരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ അവിടെ പോയി ട്രെയിൻ ചെയ്തതാണ് ആക്ടിങ്ങിൻ്റെ. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഓരോ ലെവലിൽ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം. ലൈക്ക് ഇന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ 3-ലായിരിക്കും ചെയ്യുന്നത്, ലെവൽ 2, ലെവൽ 1, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഇതുണ്ടല്ലോ. ഡാൻസിൽ കുറച്ചുകൂടെ അത്രയും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്രസീവ് ആണ്. ആക്ടിങ്ങിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു റിയലിസം കൊണ്ടുവരാൻ നമ്മൾ കുറച്ചുകൂടെ ഒരു സട്ടിലിറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു റിയൽ ഡാൻസറിനെ കിട്ടിയപ്പോഴും ഈ നവരസങ്ങൾ ഇതിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, ഡാൻസിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് അയ്യോ അതൊന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഡാൻസ് നവരസം ഒന്നും കാണാൻ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എക്സ്പ്രഷൻ കാണാൻ എന്റെ ഡാൻസ് വീഡിയോ കണ്ടാൽ നമുക്കിങ്ങനെ റിയൽ ആയിട്ട് ഒരാളെ കിട്ടുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ ഡാൻസ് കളിച്ച് കാണിച്ചാൽ മതിയോ? അപ്പൊ അതിൽ എക്സ്പ്രഷൻസ് ഒക്കെ വരും. ഓക്കെ, നമുക്ക് മൈക്കൽ ജാക്സന്റെ ഡാൻസ് തന്നെ കാണാം. ശരി. ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഡാൻസ് ഞങ്ങൾ റിയൽ ആയിട്ട് ഇവിടെ സാരെങ്കിൽ നമുക്ക് വേണ്ടി കളിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി. പെട്ടെന്ന് പുറത്ത് ഇങ്ങനെ ഓൾറെഡി ഡാൻസർ ആണെന്ന് അറിയാലോ. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസിൽ ചെന്നാലും ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, സാരിക്ക് ഒരു 2 സ്റ്റെപ്പ് ഇടും, അങ്ങനെ ഉണ്ട്. ഇത് എല്ലായിടത്തും കേൾക്കുന്ന ഒരു ഡാൻസ് കളിച്ചാലോ നമുക്ക് ചെയ്താലോ. പ്രശ്നം എന്താണെന്ന് അറിയോ? പാട്ട് പാടണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പാടണം. കോസ്റ്റ്യൂം ഒന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ഡാൻസ് കളിക്കണം അങ്ങനെയല്ലല്ലോ. നമ്മുടെ കോസ്റ്റ്യൂം, നമ്മൾ നല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ വലിയ സ്കേർട്ടൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ഒന്നാമത് നമ്മൾ കളിക്കുന്നത് അറിയണമല്ലോ. സ്കേർട്ടിന്റെ അടിയിൽ കാലിൽ ഫുട് വർക്ക് ഒന്നും അറിയില്ല. പക്ഷെ അപ്പൊ കോസ്റ്റ്യൂം നമുക്കൊരു കംഫർട്ട്, അല്ലെങ്കിൽ നമുക്ക് കളിക്കാനും ഒരു പാടായി. പക്ഷെ കളിക്കില്ല എന്ന് പറയാനും പറ്റില്ല, അതിന്റെ ഒരു ചെറിയൊരു ഫൈൻ ലൈനിൽ എങ്ങനെയെങ്കിലൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ, അതായത് ഇതിലെനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഈ ഒരു സാധനം ഇനി ഫ്യൂഷൻ കൊണ്ടുവരണം എന്ന് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? സോങ്ങോ അങ്ങനെ എന്തെങ്കിലും? സോങ്ങോ പെർഫോമൻസോ എന്തെങ്കിലും ഡാൻസ്? എനിക്ക് ഇനി ഫ്യൂഷൻ ലൈക്ക് പല പല രീതിയിൽ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റിയും കൂടെ, കൊറിയോഗ്രഫി മാത്രമല്ല ടെക്നിക്കലിയും കുറച്ചുകൂടെ റിച്ച് ആയിട്ട് ഇനി നല്ല വീഡിയോസ് ചെയ്യണം എന്നുണ്ട്. അപ്പം ആൻഡ് ഫ്യൂഷൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഐഡിയാസ് ഭയങ്കരമായിട്ട് എല്ലാം ഓൾറെഡി വന്ന് അങ്ങനെ എഴുതി വെച്ച് അങ്ങനെയൊന്നും അല്ല. എങ്ങനെയൊക്കെയൊക്കെ അതൊക്കെ വരും. വരുമ്പോൾ ഉടനെ അതങ്ങ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് മറന്നു പോകും. അപ്പം വരുന്ന ഐഡിയാസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യുക. അപ്പം എനിക്ക് ഇനി എൻ്റെ ഒരു ഉദ്ദേശം തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു സിനിമാറ്റിക് ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ് ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു എന്താ പറയുക, ഒരു പ്രീമിയം സിനിമാറ്റിക് ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു ഫ്യൂഷൻ ആണെങ്കിലും കൊറിയോഗ്രഫി ആണെങ്കിലും അതിലൊരു കോൺസെപ്റ്റ് ആണെങ്കിലും എല്ലാം കൂടെ മേർജ് ചെയ്തൊരു, നമ്മളൊരു മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ റോൾ മോഡൽ ആക്കി വെച്ച് ഏതെങ്കിലും ഡാൻസേഴ്സ് ഉണ്ടോ?
ഐ തിങ്ക് ശോഭന മാം ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് എനിക്ക്. കാരണം ആക്ട്രസും ആണ്, ഡാൻസറും ആണ്. ഈവൻ ആഫ്റ്റർ ആക്ടിങ് ആ ഒരു പീക്കിന് ശേഷം ഡാൻസിൽ ഷി വാസ് സ്റ്റിൽ വെരി റെലവെന്റ് അല്ലേ. അപ്പം അത് തന്നെയാണ് എൻ്റെയും ഒരു പാത്വേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നടന്നാൽ മതിയായിരുന്നു. ഓക്കെ. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ നേരിട്ട് കണ്ട് മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഇപ്പം ആരുടെങ്കിലും ഇന്ന ആൾക്കൊന്ന് കൊറിയോഗ്രാഫി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? ആർക്കും, ആരെയാവാം, ആക്ട്രസോ ഡാൻസേഴ്സോ. അതായത് ക്വസ്റ്റ്യൻ ഇഷ്ടമായി, പക്ഷെ എനിക്ക് അങ്ങനെ എനിക്കൊരാളെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ കൊറിയോഗ്രാഫിയിൽ സാരംഗിയും കളിക്കുന്നുണ്ട്, പക്ഷെ ഈ ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ടഫ് ക്വസ്റ്റ്യൻ. പറഞ്ഞോളൂ. ശോഭന മാം. ഓക്കെ. ശോഭന മാം, മഞ്ജു വാര്യർ മാം, ആശാ ശരത്. ആശാ ശരത്. ഓ, പുള്ളിക്കാരി നൈസാണ്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡ്രീം ആളുണ്ടോ? എനിക്ക് ഇയാളുടെ കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന്, ഈ ആക്ടർ അല്ലെങ്കിൽ അതുണ്ട് അതിന് പറഞ്ഞെങ്കിൽ ട്രോൾ കിട്ടുമെന്ന്. അല്ലല്ല, ഫഹദ് ഫാസിലാണ് ആഗ്രഹം. ഫഹദ് ഫാസിലെ ഹീറോയിൻ ആയിട്ടാണോ? ഹീറോയിനോ അനിയത്തിയോ പുള്ളിയായിട്ടൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടിയ എനിക്കൊന്ന് കാണണം പുള്ളി എങ്ങനെയാ അഭിനയിക്കുന്നതെന്ന്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ന ക്യാരക്ടർ വേണം എന്നില്ല. ഇല്ല. ഏതെങ്കിലും മൂവീസ് ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഡാൻസിലേക്ക്, ഇപ്പോൾ അതായത് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന മൂവീസോ അങ്ങനെ എന്തെങ്കിലും? മൈക്കിൾ എനിക്ക് അങ്ങനെയായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തൊരു മൂവിയായിരുന്നു. കാരണം ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷണൽ തോട്ട്സ് ഒക്കെ വരുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് ചെയ്യണം, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ റീസെൻ്റ്ലി എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്തൊരു ഫിലിമാണ് മൈക്കിൾ. യെസ്. പിന്നെ മൈക്കിൾ ജാക്സൺ ആർക്കാ ഇഷ്ടമില്ലാത്ത ലെജൻഡ്. സോ അതൊരു ഇപ്പം ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു. അതല്ലാതെ നോക്കുമ്പോൾ ഫ്രണ്ട്സ്, പിന്നെ കൂടെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അങ്ങനെ നോക്കുമ്പോൾ ആരായിരിക്കും? പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒന്നും ബാക്ക് ബോൺ അല്ല. കാരണം സ്കൂളിലൊക്കെ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്നതിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. നമുക്കൊട്ടും സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. ഞാനൊക്കെ അടി ഉണ്ടാക്കി ടീച്ചേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ഓരോ ഡാൻസ് പെർഫോമൻസിനൊക്കെ കയറുന്നതും. നമ്മൾ ഇപ്പം ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിന് പോലും നമ്മളെ വിടാൻ ഭയങ്കര പാടാണ്. ഭയങ്കര റെസ്ട്രിക്ഷൻ. ക്ലാസ് ടൈം. അത്ലറ്റിക്സിന് ഇതില്ല. അത്ലറ്റിക്സിന് ഭയങ്കര സപ്പോർട്ടും, പക്ഷെ കൾച്ചറിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രിക്റ്റുമാണ്. ക്ലാസ് കട്ട് ചെയ്യുന്നു, അതും ഇത് ഭയങ്കര പ്രശ്നങ്ങൾ. പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ല, ഡ്രസ് കോഡിന് പ്രശ്നം, അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് സ്കൂൾ ടീച്ചേഴ്സ് ആരും എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. 2-3 ടീച്ചേഴ്സ് ഉണ്ട് ഭയങ്കര കമ്പനി ആയിട്ടുള്ള. ആ ടീച്ചേഴ്സ് ഇപ്പോഴും എനിക്ക് ചിലർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾ കോൺടാക്ട് ഉണ്ട്. പക്ഷെ അല്ലാണ്ടൊരു മെജോറിറ്റിയും അങ്ങനെ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. കോളേജിലും ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ചീത്തപ്പേരായിരുന്നു. കാരണം ഞാൻ ഈ ഒരുപാട് ആക്ടിവിറ്റീസിൽ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ടീച്ചേഴ്സിന് ചെറുതായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫാമിലി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കോളേജ് ഫ്രണ്ട്സ് എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കോളേജിൽ വെച്ച് വീഡിയോസ് എടുക്കുമ്പോഴും ഒക്കെ അവർ ഭയങ്കരമായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സും ഒരു ഫേസ് വരെ അവരും ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് എൻ്റെ കോളേജിൻ്റെ പിന്നെ ഇപ്പോൾ ഐ ഹാവ് എ സെറ്റ് ഓഫ് വെരി ന്യൂ ഫ്രണ്ട്സ്. ഭയങ്കര സ്പെഷ്യലായിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു നല്ല ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നവംബർ തൊട്ടാണ്. ഐ ഡോണ്ട് നോ, കുറേ നല്ല ആൾക്കാർ എൻ്റെ ലൈഫിൽ വന്നു, കുറേ വേണ്ടാത്ത ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അതാണ് ഇമ്പോർട്ടൻറ്റ്. വേണ്ടാത്ത ആൾക്കാർ ലൈഫിൽ നിന്ന് പോയി. അത് തന്നെ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. പിന്നെ ഇപ്പോൾ ലൈക്ക് ഐ എം സറൗണ്ടഡ് വിത്ത് ഭയങ്കര ജെന്യുവിൻ പീപ്പിൾ. നല്ല എൻ്റെ വെൽവിഷേഴ്സും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം. സോ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു സ്പേസിലാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് ഫുൾ. അതെ, എൻ്റെ ചുറ്റും പോസിറ്റീവ് ആൾക്കാർ. അതുകൊണ്ട് ഞാനും പോസിറ്റീവാണ്. അല്ല, ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പം എല്ലാവരും നമുക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നത് ശരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ക്ലാപ്പ് ചെയ്യുന്നത്. ഐ പേഴ്സണലി ഫീൽ നമ്മളെ ഓവറായിട്ട് വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ്. സത്യം. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ സേഫാണ്. പക്ഷെ നമ്മളെ ഓവറായിട്ട് പൊക്കി നമ്മളെ ഇങ്ങനെ വാലിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ്. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അപ്പം മാറ്റിക്കും. അതാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യമില്ലാണ്ട് മോട്ടിവേറ്റ്, സൂപ്പർ, അടിപൊളി, എന്ത് ചെയ്താലും നീ സൂപ്പർ, അതാ ലൈക്ക് നമ്മളെ ഇല്ലാത്ത ഫാൾസ് ഹോപ്സ് നമുക്ക് തരും. അത് നമ്മളെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ഡെലൂലു ബബിളിലോട്ടാവും നമ്മൾ. സോ അങ്ങനത്തെ ആൾക്കാരെ ഒട്ടും നല്ലതല്ല ലൈഫിൽ.
അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുന്നത്. മാറ്റിക്കാൻ ഞാൻ കുറെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് ഫുൾ നല്ല കാര്യങ്ങൾ മാത്രമാണ്. അതെ. ഓക്കെ, ഇനി ഇപ്പൊ എന്താ കൂടുതൽ ആളുകൾ ഇപ്പൊ സാരെങ്കിലോട് പറയുന്നത്? അവരെങ്ങനെ സജഷൻസ് തരാറുണ്ടോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ലേ എന്നൊക്കെ? ഇല്ല ഇല്ല. അവര് കാരണം എൻ്റെ ഡാൻസ് കമ്മ്യൂണിറ്റിയിലെ ഫ്രണ്ട്സ് ഇതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും അങ്ങനെയൊക്കെ. ബാക്കി എല്ലാവരും വേറെ വേറെ ഫീൽഡ്സാണ്. സോ അവര് നമ്മുടെ കരിയറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്ന ഇൻപുട്സ് വളരെ കുറവാണ്. കാരണം നമ്മുടെ കോമൺ ഗ്രൗണ്ട്സ് കുറവാണ്. അപ്പൊ ഇനിയിപ്പോ റീസെന്റ് ഇപ്പൊ നാളെ ഒരെണ്ണം റിലീസ് ആവാനുണ്ട്, ഒരു ഡാൻസ്. യെസ്. ഓക്കെ, അതല്ലാതെ ഇപ്പൊ സ്വന്തമായിട്ടൊരു പരിപാടി ഇറക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ സ്വന്തമായിട്ടല്ലേ? അതല്ല, ഇപ്പൊ ഒരു സിംഗർ സ്വന്തമായിട്ട് ഒരു സോങ് ഇറക്കില്ലേ, അതേപോലെ ഒരു ഫുൾ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്ത് പ്രൊഡക്ഷൻ ആഗ്രഹമുണ്ട്. എല്ലാത്തിനും ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിനൊന്നും ഒരു കുറവില്ല. അല്ല, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ നടക്കട്ടെ. ഇപ്പോൾ ലൈഫിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ മാത്രം നിൽക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കീപ് ഗോയിങ് ലൈക്ക് ദിസ്. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.